ഈശോയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ വളരെ സുന്ദരമായ പുസ്തകങ്ങളൊന്നാണ് ഉത്തമഗീതം. ആകെ 8 ചാപ്റ്ററേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വായിക്കാനൊക്കെ, ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രണയഗീതമായിട്ടൊക്കെ വായിക്കാൻ പറ്റിയ പുസ്തകങ്ങളൊന്നാണ്. 8 അധ്യായങ്ങളാണ്. നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ലവ് ലെറ്റർ വായിക്കണ പോലെയൊക്കെ തോന്നും. പക്ഷേ ഇരുത്തി വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റ വായനയ്ക്ക് തന്നെ നമുക്ക് മനസ്സിലായി, മണവാളൻ മണവാട്ടി കൺസെപ്റ്റിൽ ഈശോയും നമ്മളും തമ്മിലുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന സുന്ദരമായ പുസ്തകമാണ്. പണ്ട് നമ്മൾ ബയോയുടെ എപ്പിസോഡുകളൊക്കെ പഠിപ്പിച്ചപ്പോൾ ഒത്തിരി സമയമെടുത്ത് പഠിപ്പിച്ച പുസ്തകങ്ങളൊന്നാണിത്. കാരണം ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം, നമുക്ക് ഈശോയോടുള്ള സ്നേഹം എങ്ങനെ ആയിരിക്കണം, ആ ഒരു പ്രണയം, ആ ഒരു ആത്മബന്ധം, രണ്ട് പേര് ഒന്നായിത്തീരുന്നത് പോലത്തെ ഒരു സ്നേഹം ഈശോയുമായിട്ട് നമുക്ക് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്ന പുസ്തകമാണ്. ഇന്ന് ഇത് വായിക്കാൻ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ചില കാരണങ്ങളൊക്കെ ഉണ്ടാകും. ഫെബ്രുവരി ഇന്ന് 13-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ? നാളെ 14-ാം തീയതിയാണ്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചില പ്രണയങ്ങളൊക്കെ ഒന്ന് പൂമൊട്ടുന്ന സമയം, ചിലതൊക്കെ പൂമൊട്ട് പോലെ പൊട്ടിയിട്ട് അത് പൊട്ടി തകർന്നു പോയ ദിവസങ്ങളൊക്കെ ആയിരിക്കാം. ചിലരൊക്കെ ഇങ്ങനെ സ്നേഹത്തെയൊക്കെ വാഴ്ത്തിപ്പാടുന്ന ദിവസങ്ങളൊന്നാണ്. വാലന്റൈൻസ് ഡേയെ കുറിച്ചൊക്കെ പല കൺസെപ്റ്റുകൾ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒറ്റ വാലന്റൈൻസ് കൺസെപ്റ്റേ ഉള്ളൂ. അത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ പ്രാണനായ, നമ്മുടെ ജീവനായ ഈശോയോടുള്ള ആ ഒരു സ്നേഹമാണ്. ആത്മാർത്ഥമായ ആഴത്തിലുള്ള ആ ഒരു ബന്ധം, ആ ബന്ധത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന പുസ്തകമാണ് ഉത്തമഗീതം. 1-2 വചനങ്ങൾ മാത്രം അച്ഛൻ വായിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുക്കണം. എന്നിട്ട് ഉത്തമഗീതത്തിലെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണേ. മണവാട്ടി മണവാളിനോട് പറയാണ്, എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. ഇതൊന്നും എഴുതി വെച്ചിട്ട് നാളെ ആർക്കും പറഞ്ഞു കൊടുത്തേക്കില്ല. നിങ്ങളിത് എഴുതി വെച്ചിട്ട് ഈശോയോട് പറയണം. ഒരു മണവാട്ടി മണവാളനോട് പറയുന്നത് പോലെ ഈശോയോട് നിങ്ങളിത് പറയണം. ഈശോയെ, ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതും. വചനം ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. ഈശോയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ സ്നേഹവും നമ്മുടെ ആരാധനയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ജസ്റ്റ് ലവ് ഹിം. ഈശോ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഈശോയെ തിരിച്ച് സ്നേഹിക്കുക. ഈ അധ്യായത്തിൽ, ഈ പുസ്തകത്തിൽ വീണ്ടും ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് 1-2 കാര്യങ്ങളും കൂടെ മാത്രം ഒന്ന് ഷെയർ ചെയ്യുക. 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യം, മണവാട്ടി വീണ്ടും മണവാളിനോട് ഇങ്ങനെ പറയാണ്, ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, അവൻ എന്നെയാണ് കാക്ഷിക്കുന്നത്, അവൻ എന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഹി ഡിസയേഴ്സ് ഫോർ മീ. നമ്മുടെ ഉള്ളിൽ ഈശോയെ ആരാധിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു വലിയ ബോധ്യം ഇതാണ്: ഞാൻ എൻ്റെ ഈശോയുടേതാണ്, ആൻഡ് ഈശോ എന്നെ ആഗ്രഹിക്കുന്നു. ഞാൻ ഈശോയെ സ്നേഹിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈശോയുടെ സ്വന്തമായി തീരാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ എന്നെയാണ് കാക്ഷിക്കുന്നത്. ഈ മണവാട്ടി മണവാളിനോടും മണവാളൻ മണവാട്ടിയോടും ഒക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ 8 അധ്യായങ്ങളുണ്ട്. ഇതേ ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. 8-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം, മണവാട്ടിയോട് മണവാളൻ തിരിച്ചു പറയുന്ന ഒരു കാര്യമാണ്: നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. എന്ന് വെച്ചാൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, മോനെ മോളെ, എന്നെ നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കുക, നിന്റെ കരത്തിൽ ഒരടയാളമായി നീ എന്നെ പതിക്കുക. എന്ന് വെച്ചാൽ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. കാരണം നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന മറ്റൊരാളില്ല. ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. ആൻഡ് ഹി ഡിസയേഴ്സ് ടു ബി വിത്ത് അസ്. നിന്റെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മണവാട്ടി മണവാളിനെ സ്നേഹിക്കുന്നത് പോലെയോ, ഒരു ജീവിത പങ്കാളിയെ നമ്മൾ സ്നേഹിക്കുന്ന പോലെയോ, സൗഹൃദങ്ങളെ സ്നേഹിക്കുന്ന പോലെയോ, പ്രണയാതുരമായ ഹൃദയങ്ങൾ പരസ്പരം സ്നേഹം പങ്കിടുന്ന പോലെയല്ല. അതിനേക്കാളും ഒക്കെ മുകളിൽ നിനക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച, ഹൃദയം തുറന്നു തന്ന ഈശോയുടെ ഹൃദയത്തിലേക്ക് നീ ചേർന്നിരിക്കുക. നിന്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുക. ജീവിതം പ്രണയം പോലെ സുന്ദരമാകും. അവസാനത്തെ ഇങ്ങനെ പറയുന്നുണ്ട്, മരണം പോലെ തന്നെ കാഠിന്യമേറിയതാണ് സ്നേഹവും, മരണം പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് സ്നേഹവും. ഈശോയിൽ നമ്മുടെ സ്നേഹം വളർന്നാൽ ഈ ലോകത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും, നമ്മുടെ ഉറക്കം കിട്ടാത്ത രാത്രികളെയും, പ്രതീക്ഷയില്ലാത്ത പകലുകളെയും, സ്നേഹരാഹിത്യങ്ങളെയും അനീതികളെയും, നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ചതിക്കുഴികളെയും ഒറ്റപ്പെടലുകളെയും എല്ലാം അതിജീവിക്കാൻ ഈ ഹൃദയത്തിൽ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തവർക്ക് സാധിക്കും. നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ, ഈശോയുടെ സ്നേഹവും പ്രണയവും ഈശോയുടെ ആ ഹൃദയവും ഒക്കെ അടുത്തറിയാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയ്ക്കൊരു മുത്തം കൊടുത്ത്, ഈശോയുടെ ഐ ലവ് യു പറഞ്ഞ്, ഈശോ നിന്നോട് ഈ രാത്രിയിൽ ഐ ലവ് യു തിരിച്ചു പറയുന്നത് കേട്ട് ഉറങ്ങുക. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം നമ്മളെല്ലാവരും മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.